13/6/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പരിധിയില്ലാത്ത കളിയിൽ നിങ്ങൾ ആത്മാവാകുന്ന ആക്ടർ പാട്ടുധാരിയാണ്. നിങ്ങളുടെ നിവാസസ്ഥാനം സ്വീറ്റ് സൈലൻസ് ഹോം ആണ്. അവിടെ ഇപ്പോൾ പോകേണ്ടതുണ്ട്. ചോദ്യം: ആര് ഡ്രാമയുടെ കളിയെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞുവോ അവരുടെ മുഖത്തു നിന്നും ഏതൊരു വാക്കുകൾ വരില്ല. ഉത്തരം: ഇത് ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നേനെ. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഈ വാക്കുകൾ ഡ്രാമയുടെ കളിയെ അറിയുന്നവർ പറയില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ ഡ്രാമയുടെ കളി പേന് പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം സംഭവിക്കുന്നോ എല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ആകുലമാകേണ്ട കാര്യമില്ല. ഓം ശാന്തി. ബാബ തൻ്റെ പരിചയം കുട്ടികൾക്ക് നൽകുമ്പോൾ കുട്ടികൾക്ക് തൻ്റെയും പരിചയം ലഭിക്കുന്നു. എല്ലാ കുട്ടികളും വളരെ സമയമായി ദേഹാഭിമാനിയായാണ് ഇരിക്കുന്നത്. ദേഹി അഭിമാനി ആയിരുന്നുവെങ്കിൽ ബാബയുടെ യഥാർത്ഥ പരിചയം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഡ്രാമയിൽ അങ്ങനെയില്ല. പറയുന്നുമുണ്ട്, ഭഗവാൻ ഗോഡ് ഫാദറാണ്, രചയിതാവാണ്. പക്ഷേ അറിയുന്നില്ല. ശിവലിംഗത്തിൻ്റെ ചിത്രവുമുണ്ട്. എന്നാൽ ആ ഒന്ന് ഇത്രയും വലുതല്ല. യഥാർത്ഥ രീതിയിൽ അറിയാത്തത് കാരണം ബാബയെ മറന്നു പോകുന്നു. ബാബ രചയിതാവുമാണ്. തീർച്ചയായും പുതിയ ലോകം രചിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും കുട്ടികളായ നമുക്ക് പുതിയ ലോകത്തിൻ്റെ രാജധാനിയുടെ സമ്പത്ത് ഉണ്ടാകണം. സ്വർഗം എന്ന പേരും ഭാരതത്തിൽ പ്രസിദ്ധമാണ്. എന്നാൽ യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇന്നയാൾ മരിച്ചപ്പോൾ സ്വർഗത്ത് പോയി എന്ന് പറയുന്നു. ഇങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മളെല്ലാം തുച്ഛബുദ്ധിയായിരുന്നു. നമ്പർ വാർ എന്ന് പറയുമല്ലോ. മുഖ്യ ആളെ കുറിച്ചാണ് ഇങ്ങനെ മനസ്സിലാക്കിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തിൽ വരുന്നു. വളരെ ജന്മങ്ങളുടെ അന്തിമ ശരീരത്തിൽ ഇദ്ദേഹം നമ്പർ 1 ആണ്. കുട്ടികൾ മനസ്സിലാക്കുന്നു, നമ്മൾ ആ ഒന്നിൻ്റെ കുട്ടികൾ ബ്രാഹ്മണരായിരിക്കുന്നു. ഇതെല്ലാം വിവേകത്തിൻ്റെ കാര്യങ്ങളാണ്. ബാബ ഇത്രയും സമയമായി മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ബാബയെ തിരിച്ചറിയുന്നത് സെക്കൻഡിൻ്റെ കാര്യമാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നിശ്ചയം ഉണ്ടായി. പിന്നെ ഒരു കാര്യത്തിലും ചോദ്യമോ മറ്റോ ഉയരുക സാധ്യമല്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങൾ ശാന്തിധാമിൽ ആയിരുന്നപ്പോൾ പാവനമായിരുന്നു. ഈ കാര്യങ്ങളും നിങ്ങളാണ് ബാബയിൽ കൂടി കേൾക്കുന്നത്. മറ്റാർക്കും കേൾപ്പിക്കുവാൻ സാധിക്കില്ല. നമ്മൾ ആത്മാക്കൾ എവിടെ വസിക്കുന്നവരാണ് എന്നും നിങ്ങൾക്കറിയാം. നാടകത്തിലെ ആക്ടേഴ്സ് പറയും, നമ്മൾ ഇന്ന സ്ഥലത്ത് വസിക്കുന്നവരാണ്. വസ്ത്രം മാറി സ്റ്റേജിൽ വരും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഇവിടെ വസിക്കുന്നവരല്ല. ഇത് ഒരു നാടകശാലയാണ്. ഇത് ഇപ്പോൾ ബുദ്ധിയിൽ വന്നു കഴിഞ്ഞു. നമ്മൾ മൂലവതന നിവാസിയാണ്. അതിനെ സ്വീറ്റ് സൈലൻസ് ഹോം എന്ന് പറയുന്നു. ഇതിനു വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ആത്മാവ് ദുഃഖിയാണല്ലോ. നമ്മൾ എങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോകും എന്ന് പറയുന്നു. വീടിൻ്റെ അറിവില്ലാത്തത് കാരണം അലഞ്ഞു തിരിയുന്നു. ഇപ്പോൾ നിങ്ങൾ അലഞ്ഞു തിരിയലിൽ നിന്നും ഒഴിവായി. കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വീട്ടിലേക്ക് പോകണം. അഹം ആത്മാ എത്ര ചെറിയ ബിന്ദുവാണ്. ഇതും അത്ഭുതമാണ്. ഇതിനെ പ്രകൃതിയാ ഉള്ളത് എന്ന് പറയുന്നു. ഇത്രയും ചെറിയ ബിന്ദുവിൽ ഇത്രയും പാർട്ട് അടങ്ങിയിരിക്കുന്നു. പരംപിത പരമാത്മാവ് എങ്ങനെ പാർട്ട് അഭിനയിക്കുന്നു ഇതും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഏറ്റവും മുഖ്യ പാർട്ടുധാരി ആ ഒന്നാണ്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണല്ലോ. നിങ്ങൾ മധുരമായ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി, നമ്മൾ ആത്മാക്കൾ ശാന്തിധാമത്തിൽ നിന്നാണ് വരുന്നത്. ആത്മാക്കൾ പുതിയതായി വന്ന ശരീരത്തിൽ പ്രവേശിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയല്ല. എല്ലാ ആത്മാക്കളും സ്വീറ്റ് ഹോമിലാണ് വസിക്കുന്നത്. അവിടെ നിന്നും പാട്ട് അഭിനയിക്കാൻ വരുന്നു. എല്ലാവർക്കും പാട്ട് അഭിനയിക്കണം. ഇത് കളിയാണ്. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം എന്താണ്? ഇതെല്ലാം വിളക്കുകളാണ്. അതിൽ
രാത്രിയുടെയും പകലിന്റെയും കളി നടക്കുന്നു. സൂര്യദേവതായ നമഃ, ചന്ദ്രദേവതായ നമഃ എന്ന് ചിലർ പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇത് ഏതെങ്കിലും ദേവതകളല്ല. ഈ കളിയെ ആർക്കും അറിയില്ല. സൂര്യനെയും ചന്ദ്രനെയും പോലും ദേവത എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇവ ഈ മുഴുവൻ വിശ്വ നാടകത്തിനു വേണ്ടിയുള്ള വിളക്കുകളാണ്. നമ്മൾ സ്വീറ്റ് സൈലൻസ് ഹോമിലെ നിവാസികളാണ്. ഇവിടെ നമ്മൾ പാട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ചക്രം പേന് പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ ഉണ്ടായേനെ എന്ന് പറയുവാൻ പാടില്ല. ഇത് ഡ്രാമയാണല്ലോ. ഉദാഹരണത്തിന്, നിങ്ങളുടെ മാതാവ് പോകും എന്ന് ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ശരി, ശരീരം ഉപേക്ഷിച്ചു. ഡ്രാമ ഇപ്പോൾ തൻ്റെ പുതിയ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ആകുലപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ നിങ്ങൾ എല്ലാ കുട്ടികളുടെയും ബുദ്ധിയിലുണ്ട് നമ്മൾ ആക്ടേഴ്സാണ്. ഇത് തോൽവിയുടെയും ജയത്തിൻ്റെയും കളിയാണ്. ഈ ജയപരാജയങ്ങളുടെ കളി മായയിൽ ആധാരിതമാണ്. മായയോട് തോറ്റാൽ തോൽവി, മായയോട് ജയിച്ചാൽ ജയം. ഇതാകട്ടെ എല്ലാവരും പാടുന്നുണ്ട്, പക്ഷേ ബുദ്ധിയിൽ ജ്ഞാനം അല്പം പോലുമില്ല. മായ എന്ത് വസ്തുവാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇത് രാവണനാണ്. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. ധനത്തെ സമ്പത്ത് എന്ന് പറയുന്നു. ധനത്തെ മായ എന്ന് പറയില്ല. ഇന്നയാളുടെ അടുക്കൽ വളരെയധികം ധനമുണ്ട് എന്ന് മനുഷ്യർ മനസ്സിലാക്കുകയാണെങ്കിൽ പറയും മായയുടെ ലഹരിയുണ്ട് എന്ന്. എന്നാൽ മായയുടെ ലഹരി ഉണ്ടാകുന്നുണ്ടോ? മായയെ നമ്മൾ ജയിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു കാര്യത്തിലും സംശയം വരരുത്. അപക്വമായ അവസ്ഥ ഉള്ളത് കാരണമാണ് സംശയം വരുന്നത്. ഇപ്പോൾ ഭഗവാൻ ഉവാച ഉള്ളത് ആർക്ക് വേണ്ടിയാണ്? ആത്മാക്കൾക്ക് വേണ്ടി. ആത്മാക്കൾക്ക് വേണ്ടി പറയുവാനായി ഭഗവാൻ, അതായത് ശിവൻ തന്നെ തീർച്ചയായും വേണം. ശ്രീകൃഷ്ണനാണെങ്കിൽ ദേഹധാരിയാണ്. ആത്മാക്കൾക്ക് വേണ്ടി കൃഷ്ണന് എങ്ങനെ പറയുവാൻ കഴിയും? നിങ്ങളെ ഏതെങ്കിലും ദേഹധാരി അല്ല ജ്ഞാനം കേൾപ്പിക്കുന്നത്. ബാബയ്ക്കാകട്ടെ ദേഹമില്ല. മറ്റുള്ളവർക്കെല്ലാം ദേഹമുണ്ട്. ആരെ പൂജിക്കുന്നുവോ അവരെ ഓർമ്മിക്കുന്നത് സഹജമാണ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ ദേവത എന്ന് പറയും. ശിവനെ ഭഗവാൻ എന്ന് പറയുന്നു. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. ആ ഒന്നിന് ദേഹമില്ല. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. ആത്മാക്കൾ മൂലവതനത്തിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് ദേഹമുണ്ടായിരുന്നോ? ഇല്ല, നിങ്ങൾ ആത്മാക്കളായിരുന്നു. ഈ ബാബയും ആത്മാവാണ്. ആ ഒന്ന് പരമമാണ് എന്ന് മാത്രം. ആ ഒന്നിന്റെ പാർട്ട് മഹിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ട് അഭിനയിച്ചു പോയി, അതിനാലാണ് പൂജ ഉണ്ടാകുന്നത്. പക്ഷെ 5000 വർഷം മുമ്പും പരംപിത പരമാത്മാവായ രചയിതാവ് വന്നിരുന്നു എന്നും ആ ഒന്ന് തന്നെയാണ് ഹെവൻലി ഗോഡ് ഫാദർ എന്നും അറിയുന്ന ഒരു മനുഷ്യരുമില്ല. ഓരോ 5000 വർഷത്തിനു ശേഷവും കൽപ്പത്തിന്റെ സംഗമത്തിൽ ആ ഒന്ന് വരുന്നു. എന്നാൽ കൽപ്പത്തിന്റെ ആയുസ് നീണ്ടതാക്കിയതിലൂടെ എല്ലാം മറന്നുപോയി. കുട്ടികളായ നിങ്ങൾക്ക് ബാബ ഇന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ സ്വയം പറയുന്നു, ബാബ, നമ്മൾ അങ്ങയുമായി കൽപ്പകൽപ്പം കണ്ടുമുട്ടുന്നു, അങ്ങിൽ നിന്നും സമ്പത്ത് നേടുന്നു, പിന്നെ എങ്ങനെ പാഴാക്കി കളയുന്നു. ഇത് ബുദ്ധിയിലുണ്ട്. അനേകം പ്രകാരത്തിലുള്ള ജ്ഞാനമുണ്ട്. എന്നാൽ ജ്ഞാനസാഗരം എന്ന് ഭഗവാനെയാണ് പറയുന്നത്. വിനാശം തീർച്ചയായും ഉണ്ടാകും എന്നതും ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. മുൻപും വിനാശം നടന്നിരുന്നു. എങ്ങനെയാണ് സംഭവിച്ചിരുന്നത് എന്നത് ആർക്കും തന്നെ അറിയില്ല. ശാസ്ത്രങ്ങളിലാകട്ടെ വിനാശത്തിനെ കുറിച്ച് എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത്. പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധം എങ്ങനെ സംഭവിക്കുവാനാണ്? ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ സംഗമയുഗത്തിലാണ്. ബ്രാഹ്മണരുടെ യുദ്ധമൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ബാബു പറയുന്നു, നിങ്ങൾ എൻ്റെ കുട്ടികളാണ്. നോൺ വയലൻസ്, ഡബിൾ അഹിംസകർ. ഇപ്പോൾ നിങ്ങൾ നിർവികാരി ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തന്നെയാണ് ബാബയിൽ നിന്നും കൽപ്പകൽപ്പങ്ങളിൽ സമ്പത്ത് നേടുന്നത്. ഇതിൽ യാതൊരു പ്രയാസത്തിന്റെ കാര്യവുമില്ല. ജ്ഞാനം വളരെ സഹജമാണ്. 84 ജന്മങ്ങളുടെ ചക്രം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. ബാക്കി കുറച്ച് സമയമാണുള്ളത്.
നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇങ്ങനെയുള്ള സമയം വരാൻ പോവുകയാണ്. അതായത് സമ്പന്നർക്ക് പോലും ധാന്യം ലഭിക്കുകയില്ല, വെള്ളം ലഭിക്കുകയില്ല. ഇതിനെയാണ് ദുഃഖത്തിൻ്റെ പർവ്വതം എന്ന് പറയുന്നത്. കാര്യമില്ലാതെയുള്ള രക്തച്ചൊരിച്ചിലിൻ്റെ കളിയാണല്ലോ. ഇത്രയും പേർ ഏവരും ഇല്ലാതെയാകും. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് ശിക്ഷ ലഭിക്കുന്നു. ഇവർ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരേ ഒരു തെറ്റ് മാത്രമാണ് ചെയ്തത്. ബാബയെ മറന്നു. നിങ്ങളാകട്ടെ ബാബയിൽ നിന്നും രാജപദവി നേടിക്കൊണ്ടിരിക്കുന്നു. ബാക്കി മനുഷ്യരാകട്ടെ മരിക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. മഹാഭാരത യുദ്ധം അല്പമെങ്കിലും ആരംഭിക്കുമ്പോൾ മരിച്ചു പോകും. നിങ്ങളാകട്ടെ ജീവിക്കുന്നുവല്ലോ. നിങ്ങൾ ട്രാൻസ്ഫറായി അമരലോകത്തിലേക്ക് പോകും. ഈ പഠനത്തിൻ്റെ ശക്തിയിലൂടെ. പഠനത്തെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നു. ശാസ്ത്രങ്ങളുടെയും പഠനമുണ്ട്, അതിലൂടെയും ഇൻകം ഉണ്ടാകുന്നു. എന്നാൽ ആ പഠനം ഭക്തിയുടേതാണ്. ഇപ്പോൾ ബാബു പറയുന്നു, ഞാൻ നിങ്ങളെ ഈ ലക്ഷ്മി നാരായണന്മാരെ പോലെ ആക്കുന്നു. നിങ്ങൾ ഇപ്പോൾ സ്വച്ഛ ബുദ്ധിയാകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ഉയർന്നതിലും ഉയർന്നതാകുന്നു. പിന്നെ പുനർജന്മം എടുത്തെടുത്ത് താഴെ ഇറങ്ങുന്നു. പുതിയതിൽ നിന്നും പഴയതാകുന്നു. പടവുകൾ തീർച്ചയായും ഇറങ്ങേണ്ടി വരുമല്ലോ. ഇപ്പോൾ സൃഷ്ടിയുടെയും ഇറങ്ങുന്ന കലയാണ്. കയറുന്ന കല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദേവതമാരുടെ രാജ്യമായിരുന്നു, സ്വർഗമായിരുന്നു. ഇപ്പോൾ നരകമാണ്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വർഗവാസിയാകുന്നതിനായി. ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. പക്ഷേ ആ ഒന്ന് ആത്മാക്കളുടെ പിതാവും ഉയർന്നതിലും ഉയർന്നതുമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ആ ഒന്നിൻ്റെ കുട്ടികളായ നമ്മൾ പിന്നെ എന്തുകൊണ്ട് ദുഃഖിതരായി? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ദുഃഖവും ഉണ്ടാകുക തന്നെ വേണം. ഇത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയാണല്ലോ. ജയത്തിൽ സുഖമാണ്, തോൽവിയിൽ ദുഃഖമാണ്. ബാബ രാജ്യം നൽകി, രാവണൻ തട്ടിയെടുത്തു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ട്, ബാബയിൽ നിന്നും നമുക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കണം, എങ്കിൽ പാപങ്ങൾ മുറിയും. ജന്മാന്തരങ്ങളിലെ ഭാരം ശിരസിലുണ്ടല്ലോ. ഇതും നിങ്ങൾക്കറിയാം. നിങ്ങൾ വളരെയധികം ദുഃഖിതരാകുന്നില്ല. കുറച്ച് സുഖവുമുണ്ട്. മാവിൽ ഉപ്പ് പോലെ. അതിനെ കാക്ക കാഷ്ടത്തിന് സമാനമായ സുഖം എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ജഗത്തിന്റെ ഗുരുവും ഒരാളാണ്. വാനപ്രസ്ഥത്തിലാണ് ഗുരുവിനെ സ്വീകരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ചെറിയവരെ കൊണ്ടും ഗുരുവിനെ സ്വീകരിപ്പിക്കുന്നു. മരിച്ചുപോയെങ്കിൽ സദ്ഗതി നേടുന്നതിനായി. ബാബ പറയുന്നു, വാസ്തവത്തിൽ ആരെയും ഗുരു എന്ന് പറയുവാൻ സാധിക്കില്ല. ഗുരു എന്നാൽ ആരാണോ സദ്ഗതി നൽകുന്നത്. സദ്ഗതി ദാതാവ് ഒന്ന് മാത്രമാണ്. ബാക്കി ക്രൈസ്റ്റ്, ബുദ്ധൻ ഇവരാരും ഗുരുവല്ല. അവർ വരുമ്പോൾ സർവർക്കും സദ്ഗതി ലഭിക്കുന്നുണ്ടോ? ക്രൈസ്റ്റ് വന്നു. ആരെല്ലാമാണോ ആ ധർമ്മത്തിലേതായിരുന്നത് അവർ ക്രൈസ്റ്റിന് പിന്നാലെ വരാൻ തുടങ്ങി. പിന്നെ കൊണ്ടുവരുന്നതിനാണ് നിമിത്തമായത് എന്നിരിക്കെ ക്രൈസ്റ്റിനെ ഗുരു എന്നെങ്ങനെ പറയും? പതീത പാവനൻ എന്ന് ഒരേ ഒരു ബാബയെയാണ് പറയുന്നത്. ആ ഒന്ന് സർവരെയും തിരിച്ചു കൊണ്ടുപോകുന്നയാളാണ്. സ്ഥാപനയും ചെയ്യുന്നു. എല്ലാവരെയും കൊണ്ടുപോകുക മാത്രമായിരുന്നുവെങ്കിൽ പ്രളയം ഉണ്ടാകുമായിരുന്നേനെ. പ്രളയമാകട്ടെ ഉണ്ടാകുന്നില്ല. സർവശാസ്ത്രമയി ശിരോമണി ശ്രീമദ് ഭഗവത്ഗീത എന്ന് മഹിമ ചെയ്യപ്പെട്ടിരിക്കുന്നു. യഥാ യഥാഹി എന്ന് മഹിമയുണ്ട്. ഭാരതത്തിലാണ് ബാബ വരുന്നത്. സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നവൻ ബാബയാണ്. ആ ഒന്നിനെ സർവവ്യാപി എന്നും പറയുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഈ സന്തോഷമുണ്ട്. പുതിയ ലോകത്തിൽ മുഴുവൻ വിശ്വത്തിലും നമ്മുടെ തന്നെ ഏക രാജ്യം ഉണ്ടായിരിക്കും. ആ രാജ്യത്തെ ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. ഇവിടെയാകട്ടെ കഷ്ണം കഷ്ണമാക്കി പരസ്പരം എത്ര അടികൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ രസമാണ്. സന്തോഷത്തിൽ തുള്ളിച്ചാടണം. കൽപ്പകൽപ്പങ്ങളിൽ ബാബയിൽ നിന്നും നമ്മൾ സമ്പത്ത് നേടുന്നു. അപ്പോൾ എത്ര സന്തോഷമുണ്ടാകണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എന്നിട്ടും മറന്നു പോകുന്നു. പറയുന്നു, ബാബ യോഗം മുറിഞ്ഞു പോകുന്നു.
ബാബ പറഞ്ഞിട്ടുണ്ട്, യോഗം എന്ന വാക്ക് മാറ്റൂ, അത് ശാസ്ത്രങ്ങളിലെ വാക്കാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. യോഗം എന്നത് ഭക്തി മാർഗത്തിലെ വാക്കാണ്. ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നു. ആ ഒന്നിനെ നിങ്ങൾ ഓർമ്മിച്ചില്ലെങ്കിൽ വികർമ്മം എങ്ങനെ വിനാശമാകും? രാജപദവി എങ്ങനെ ലഭിക്കും? ഓർമ്മിക്കുന്നില്ലെങ്കിൽ പദവിയും കുറഞ്ഞു പോകും, ശിക്ഷകളും അനുഭവിക്കും. ഈ ബുദ്ധി പോലുമില്ല. ഇത്രയും അവിവേകിയായിരിക്കുന്നു. ഞാൻ കൽപ്പം തോറും നിങ്ങളോട് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ജീവിച്ചിരിക്കെ ഈ ലോകത്തോട് മരിക്കും. ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നിങ്ങൾ വിജയമാലയിലെ മണിയായി മാറും. എത്ര സഹജമാണ്! ഉയർന്നതിലും ഉയർന്ന ശിവബാബയും ബ്രഹ്മാവും രണ്ടുപേരും ഹയ്യസ്റ്റാണ്. അത് പാരലൗകികം, ഇത് അലൗകികം. തികച്ചും സാധാരണമായ ടീച്ചറാണ്. ആ ടീച്ചേഴ്സ് പിന്നെയും ശിക്ഷകൾ നൽകുന്നു. ബാബയാണെങ്കിൽ വാത്സല്യം നൽകിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. സദോ പ്രധാനമാകണം. പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. ഗുരുവും ആ ഒന്ന് തന്നെയാണ്. മറ്റാരും ഗുരു ആവുക സാധ്യമല്ല. ബുദ്ധൻ ഉപരിയായ നിർവ്വാണത്തിലേക്ക് പോയി എന്ന് പറയുന്നു. ഇതെല്ലാം കള്ളക്കഥയാണ്. ഒരാൾക്ക് പോലും തിരിച്ചു പോകുവാൻ സാധിക്കില്ല. എല്ലാവർക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. എത്ര വിശാല ബുദ്ധിയും സന്തോഷവും ഉണ്ടായിരിക്കണം. മുകളിൽ നിന്നും തുടങ്ങി മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിലുണ്ട്. ബ്രാഹ്മണരാണ് ജ്ഞാനം എടുക്കുന്നത്. ശൂദ്രരിലോ ദേവതകളിലോ ഈ ജ്ഞാനമില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. ആരാണോ മനസ്സിലാക്കാത്തത് അവരുടെ മൃത്യുവാണ്. പദവിയും കുറഞ്ഞു പോകും. സ്കൂളിലും പഠിക്കുന്നില്ലെങ്കിൽ പദവി കുറഞ്ഞു പോകുന്നു. അൽഫ് എന്നാൽ ബാബ, ബേ എന്നാൽ ചക്രവർത്തി പദവി. നമ്മൾ വീണ്ടും നമ്മുടെ രാജധാനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പഴയ ലോകം സമാപ്തമാകും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാ പിതാ വാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബ നമുക്ക് ഇങ്ങനെയുള്ള പുതിയ വിശ്വത്തിൻ്റെ രാജപദവി നൽകുന്നു. അതിനെ ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. ഈ സന്തോഷത്തിൽ തുള്ളിച്ചാടണം. വിജയമാലയിലെ മണിയാകുന്നതിന് വേണ്ടി ജീവിച്ചിരിക്കെ ഈ പഴയ ലോകത്തോട് മരിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാക്കണം. വരദാനം. തൻ്റെ പവർഫുൾ സ്റ്റേജിലൂടെ സർവരുടെയും ശുഭകാമനകൾ പൂർത്തീകരിക്കുന്ന മഹാദാനിയായി ഭവിക്കട്ടെ. പിന്നീട് വരുന്ന ആത്മാക്കൾ അല്പം കൊണ്ടുതന്നെ തൃപ്തരാകും. കാരണം അവരുടെ പാർട്ട് തന്നെ ധാന്യകണം, അതായത് ഒരൽപ്പം എടുക്കുന്നതിൻ്റെതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് അവരുടെ ഭാവനയുടെ ഫലം പ്രാപ്തമാകണം. ആരും വഞ്ചിതരായിരിക്കരുത്. ഇതിനു വേണ്ടി ഇപ്പോൾ മുതൽ സ്വയം തന്നിൽ സർവശക്തികളും ശേഖരിക്കൂ. എപ്പോഴാണോ താങ്കൾ തൻ്റെ സമ്പൂർണ്ണ പവർഫുൾ മഹാദാനി സ്റ്റേജിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ ഏതൊരു ആത്മാവിനും തൻ്റെ സഹയോഗത്തിലൂടെ മഹാദാനം നൽകുന്നതിൻ്റെ കർത്തവ്യത്തിൻ്റെ ആധാരത്തിലൂടെ ശുഭഭാവനയുടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കും. സ്ലോഗൻ. സദാ ഈശ്വരീയ മര്യാദകളനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. അപ്പോൾ മര്യാദ പുരുഷോത്തമനായി മാറും. അവ്യക്ത സൂചന. ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അന്തർമുഖിയാകൂ. എപ്പോഴാണോ സേവനത്തിൻ്റെ സ്റ്റേജിൽ പോകുന്നത്, അപ്പോൾ ഈ അനുഭവം ഉണ്ടാകണം. ഈ ആത്മാക്കൾ വളരെ സമയമായി അന്തർമുഖതയുടെയും ആത്മീയതയുടെയും ഗുഹയിൽ നിന്നും പുറത്തു വന്ന് സേവനത്തിനായി വന്നിരിക്കുകയാണ്. തപസ്വി രൂപം കാണപ്പെടണം. പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ രേഖകൾ മുഖത്തിലൂടെ കാണപ്പെടണം. എത്രത്തോളം അതിലഹരി, അത്രയും തന്നെ അതിദയ. ഇങ്ങനെയുള്ള സർവീസിൻ്റെ സമയമാണ് ഇപ്പോൾ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം.
യുഗപരിവർത്തനത്തിൻ്റെ ഈ ശുഭവേളയായ സംഗമ സമയത്തിൽ ഞാൻ എൻ്റെ മൂന്നാമത്തെ നേത്രത്തെ ശക്തിശാലി ആക്കുന്നു. ഈ സ്ഥിതിയിൽ ഒരു ബലം, ഒരു ആശ്രയം എന്ന ദൃഢനിശ്ചയത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവശക്തിമാനായ ബാബയുടെ കുട്ടിയും അധികാരിയുമാണ് ഞാൻ എന്ന ലഹരിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ബാബയുടെ ശക്തിശാലി ഓർമ്മയിൽ ഇരിക്കുന്നു. ബാബ എനിക്ക് സർവശക്തികളുടെയും വരദാനങ്ങൾ തരുന്നു. ഞാൻ ആ ശക്തികൾ സ്വീകരിച്ച് ലൈറ്റ് മൈറ്റ് സ്വരൂപമായി മാറുന്നു. ഈ ശക്തിശാലി യോഗത്തിൽ പ്രജ്വലിതമാകുന്ന യോഗാഗ്നി എൻ്റെ പൂർവ വ്യർത്ഥ സംസ്കാരങ്ങളെ ഭസ്മമാക്കുന്നു. എൻ്റെ അനാദിയും ശുദ്ധവും സ്വച്ഛവും ആയ ആത്മസ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. പ്രഭു പാലനയുടെ ദിവ്യ അനുഭവം എനിക്കുണ്ടാകുന്നു. ബാബയുമായി ഈ പരമോന്നത കൂടിക്കാഴ്ച എന്നിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവം നിറയ്ക്കുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ സ്നേഹവും ശക്തികളും ദാനം ചെയ്യുന്നു. सूरज या चांद किससे, सूरज या चांद किससे तुलना करूं तुम्हारी, तुलना करूं तुम्हारी। रचता है तू सभी का, रचता है तू सभी का, रचना है सब तुम्हारी, रचना है सब तुम्हारी। तू है जहां से न्यारा, तू है जहां से न्यारा। उपमा नहीं जहां में, उपमा नहीं जहां में, तुम सा हसीन